മാവേലിക്കര മണ്ഡലത്തിലെ താമരക്കുളം ചത്തിയറ പാലം നിർമ്മാണം നീളുന്നു. നാട്ടുകാർ ദുരിതത്തിലായി. താമരക്കുളം ചത്തിയറ റോഡിൻ്റെ നിർമ്മാണമാണ് 1.5 വർഷത്തിലേറെയായി നടന്നു വന്നിട്ടും ഇന്നും പൂർത്തിയാകാത്തത്. ഗതാഗതത്തിന് ജനങ്ങൾ ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വിദ്യാർത്ഥികളെയും യാത്രക്കാരെയുമാണ് ഏറെ ദുരിതത്തിലാക്കിയിട്ടുള്ളത്. ചത്തിയറ പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം 2024 ജനുവരിയിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിച്ചത്. 2025 ജനുവരി കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. താമരക്കുളം പഞ്ചായത്തിലെ പ്രധാന സ്കൂളായ ചത്തിയറ VHSSലേക്ക് പോകുവാൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറെ ബുദ്ധിമുട്ടാണ് ഇവിടെ നേരിടുന്നത്. കിലോമീറ്ററോളം ചുറ്റിത്തിരിഞ്ഞ് വിദ്യാർത്ഥികൾ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. യാത്രാ സൗകര്യം ഒരുക്കിയിരുന്ന താൽക്കാലിക പാലം തകർന്നതും ഏറെ ദുരിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴി സഞ്ചരിക്കുവാൻ പോലും കഴിയാത്ത നിലയിലാണ്. നിർമ്മാണം സാവധാനത്തിലാണ് ഇവിടെ നടക്കുന്നതെന്നും നിർമ്മാണത്തിന് വേഗത പോരായെന്നും ബന്ധപ്പെട്ട അധികൃതരെ ഇത് സംബന്ധിച്ച് നിരവധി തവണ അറിയിച്ചിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് നാട്ടുകാരും പറയുന്നത്. നിർമ്മാണം നീണ്ടുപോകുന്നതിനാൽ താൽക്കാലിക പാലത്തിൽ യാത്ര ചെയ്യുവാനുള്ള സുരക്ഷ ഒരുക്കി നടപടി സ്വീകരിക്കണമെന്നും താമരക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവർക്ക് നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വിവിധ സംഘടനകളും ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇരുമ്പ് പാലം പോലുണ്ടാക്കി ഇത് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അത് ഒഴുകിപ്പോയായിരുന്നു. പിന്നെ അതുപോലെ ഈ പണി മിക്ക ദിവസങ്ങളിലും ഇവിടെ നടക്കുന്നില്ല. ഇപ്പം തന്നെ ഇതിൻ്റെ ബീമിൻ്റെ പണി തന്നെ ഇപ്പോൾ ഏതാണ്ട് 1.5-2 മാസക്കാലം കൊണ്ടാണ് ഇപ്പോൾ ഈ ബീമിൻ്റെ പണി മാത്രം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടും ബാക്കിയുള്ള പണികൾ ഇങ്ങനെ തുടർന്ന് അവർ ഈ പാറകെട്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് 2 മാസക്കാലം കൊണ്ട് ഈ പാറകെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രക്കാർ. അതുപോലെ ചത്തിയറ പാലം പണി നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 വർഷത്തിന് മുകളിലാവും. ഡെയിലി 100 കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാതയിലാണ് ഈ പാലം പണി നടക്കുന്നത്. ഇത് തിരിഞ്ഞു നോക്കാനോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ശ്രദ്ധിക്കാനോ ഇല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ പാലത്തിൻ്റെ പണി ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയാണ്. 1-2 അതല്ലെങ്കിൽ 3 തൊഴിലാളികൾക്കപ്പുറം ഇത്രയും വലിയൊരു പാലത്തിൻ്റെ നിർമ്മാണത്തിന് പണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2-3 തൊഴിലാളികൾ വരുന്നു, അവരെന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. താമരക്കുളം ഓച്ചിറ റോഡിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ്. വിദ്യാർത്ഥികളൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇതിലേക്ക് ധാരാളം ആളുകൾ സ്കൂട്ടറിൽ നിന്ന് ഒക്കെ മറിഞ്ഞു വീഴുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനു വേണ്ട എന്തെങ്കിലും ശ്രദ്ധ പുലർത്തുവാൻ സ്ഥലം MLA അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്.